വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് അഡ്വാൻസ് പേയ്മെന്റ് ഗ്യാരണ്ടി വ്യവസ്ഥ ഒഴിവാക്കി. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ടൗൺഷിപ്പ് പ്രൊജക്ട് സ്പെഷ്യൽ ഓഫീസർ നൽകിയ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഇളവ് നൽകിയത്. നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ESG നയത്തിനും മന്ത്രിസഭയുടെ അംഗീകാരമുണ്ട്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ എങ്ങനെ? ശ്രീജിത്ത്, റിജിത്ത്, മന്ത്രിസഭായോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ടൗൺഷിപ്പിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള അതിൻ്റെ ഭാഗമായി അഡ്വാൻസ് പേയ്മെന്റ് ഗ്യാരണ്ടി വ്യവസ്ഥ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്. അവർക്ക് അഡ്വാൻസ് പേയ്മെന്റ് നൽകുന്നതിനുള്ള ഗ്യാരണ്ടി ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് മന്ത്രിസഭ ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത്. വയനാട് ടൗൺഷിപ്പിൻ്റെ നോഡൽ ഓഫീസറുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനും വേഗത്തിൽ പണി പൂർത്തിയാക്കുന്നതിനു വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. എന്തായാലും 2026 ജനുവരിയിൽ ഈ ടൗൺഷിപ്പുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറണമെന്ന നിലയ്ക്കാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന് പ്രകാരമുള്ള നടപടികളാണ് ഇപ്പോൾ മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ESG നയം രൂപീകരിക്കാനുള്ള തീരുമാനവും മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുണ്ട്. പരിസ്ഥിതി അഥവാ എൻവയോൺമെൻറ്റ്, സാമൂഹികം, ഭരണപരം, ഇങ്ങനെ ഇതാണ് ESG എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ താരതമ്യേന മലിനീകരണം കുറഞ്ഞ വ്യവസായങ്ങളാണ് കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമെന്ന നിലയിലാണ് ESG നയം രൂപീകരിക്കുന്നത്. ഈ നയത്തിൻ്റെ ESG നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് കേരളമാണ് നിക്ഷേപത്തിന് എന്ന ഒരു പ്രചാരണത്തിന് വേണ്ടി കൂടിയാണ് ഇത്തരമൊരു നയം കേരളം രൂപീകരിക്കുന്നത്. ശരി, ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് അഡ്വാൻസ് പേയ്മെന്റ് ഗ്യാരണ്ടി വ്യവസ്ഥ ഒഴിവാക്കി എന്നടക്കമുള്ള പ്രധാന തീരുമാനങ്ങൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.